തൃത്താലയിൽ ഹജ്ജ് സംഗമം നടത്തി. 2024 ഹജ്ജിന് പോയ ഹാജിമാരുടെ രണ്ടാം ഘട്ട ഹാജി സംഗമം തൃത്താല ലുസൈൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗമം ഹജ്ജ് ഇൻസ്പെക്ടർ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. യൂസുഫ് ഹാജി വല്ലപ്പുഴ സ്വാഗതം പറഞ്ഞു. കാസിം ഹാജി അധ്യക്ഷനായിരുന്നു. നിസാബുദ്ദീൻ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. അബു ഹാജി, സലീം ഹാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 150-ൽ പരം ഹാജിമാരും ഹജ്ജുമ്മമാരും പങ്കെടുത്തു. കെ ന്യൂസ് തൃത്താല. 2024 ഹജ്ജിന് പോയിരുന്നു. ഞങ്ങൾ 219 ആളാണ് ഞങ്ങളെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിക്കണ ഒരു രണ്ടാമത്തെ പ്രാവശ്യത്തെ സംഘമാണ്. കഴിഞ്ഞ വർഷം 2024 കഴിഞ്ഞു. ഇപ്പോൾ 2025 ഞങ്ങൾ വീണ്ടും ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഹാജിമാരും ഹജ്ജുമാരും അവിടെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 250 പേര് ഞങ്ങളൊരു ബിൽഡിങ്ങിൽ ഒരുമിച്ച് താമസിച്ചാണ്. ഞങ്ങൾ ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു സംഗമം നടത്തി. അതേപോലെ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാമത്തെ സംഗമമാണ്. ഞങ്ങളെ ഈ കൂട്ടായ്മ, ഈ സഹോദരത്വം ഞങ്ങൾ ജ്യേഷ്ഠാഞ്ചന്മാരെ പോലെയാണ് അവിടെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മരണം വരെ ആ ഗ്രൂപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല നിലക്ക് ജ്യേഷ്ഠാഞ്ചന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കേരള സർക്കാരിന് വേണ്ടി പോയിരുന്നത് ഞാനായിരുന്നു ഹജ്ജ് വളണ്ടിയർ ആയിട്ട്. പ്രാവശ്യം കഴിഞ്ഞ വർഷം 2024 224 പേരടങ്ങുന്ന ഹാജിമാരാണ് പോയിരുന്നത്, ഹാജിമാരും ഹജ്ജുമാരുമായിട്ട്. അപ്പോൾ അതിൻ്റെ സംഘമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ, ഇവിടേക്ക് എത്തിച്ച റബ്ബിന് ആദ്യമായിട്ട് അൽഹംദുലില്ലാഹ് അൽഫ് മറ ശുക്രൻ മിനല്ലാഹ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല. അള്ളാഹു വിജയത്തിൽ ഉയർത്തുന്നതും ഉയർച്ചയിലേക്ക് ഇനിയും നയിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്യണം.